യേശുവിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, സങ്കീർത്തനം 127:2 തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവിടുന്ന് അവർക്ക് വേണ്ടത് പ്രദാനം ചെയ്യും. സങ്കീർത്തകൻ ഈ വചനം പറയുമ്പോൾ ദാവീദിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയ അനേകം അനുഭവങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദാവീദിന് ദൈവം സംരക്ഷണം നൽകുന്നുണ്ട്. ഉറക്കവുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റവും കൂടുതൽ ധ്യാനിക്കാനായിട്ട് കഴിയുന്നത് യെസ്സേ പിതാവിനെയാണ്. യെസ്സേ പിതാവ് ഉറങ്ങുന്നതിന് മുമ്പ് യെസ്സേ പിതാവിനെ അലട്ടിയിരുന്ന പ്രതിസന്ധിയുണ്ട്. ഗർഭിണിയായി കാണപ്പെട്ട മറിയത്തെ ഓർത്ത്, തൻ്റെ ജീവിതത്തിലെ ആ ഒരു വിഷമസന്ധതയെ ഓർത്ത്, അവസ്ഥയെ ഓർത്ത് വേദനയോടുകൂടി ഉറങ്ങിയ യെസ്സേ പിതാവ് രാത്രിയിൽ ദൈവിക ദർശനമുണ്ടായി. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. പിന്നീട് എഴുന്നേൽക്കുന്നത് ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ്. വീണ്ടും ശിശുവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ദുഃഖകരമായ സാഹചര്യങ്ങളെ ഓർമ്മപ്പെട്ട അസ്വസ്ഥതയോടുകൂടി ഉറങ്ങുമ്പോൾ രാത്രിയിൽ വെളിപ്പെടുത്തുകയാണ്, എഴുന്നേറ്റ് ശിശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോവുക, ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരിക. പ്രതിസന്ധിയോടുകൂടി ഉറങ്ങുന്ന യെസ്സേ പിതാവ് ഈ ഒരു കാലഘട്ടങ്ങളിൽ വളരെയധികം പ്രസിദ്ധി ആചരിക്കുന്ന ഒരു ഭക്തിയാണ് ഉറങ്ങുന്ന യെസ്സേ പിതാവിൻ്റെ ചിത്രം. പറയുന്നുണ്ട്, ഈ ഉറങ്ങുന്ന യെസ്സേ പിതാവിൻ്റെ ചിത്രത്തിൻ്റെ അടിയിൽ പ്രാർത്ഥനകൾ എഴുതി വെക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, യെസ്സേ പിതാവ് ഉറങ്ങുമ്പോൾ ദൈവം യെസ്സേ പിതാവിനോട് സംസാരിക്കുകയാണ്. ഉറങ്ങുമ്പോൾ പോലും സംസാരിക്കുന്ന ദൈവിക സാന്നിധ്യം ഏത് പ്രതിസന്ധിയോടുകൂടി എത്ര പ്രയാസകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവനാണെങ്കിലും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ദൈവകൃപയുണ്ട്. നീ അസ്വസ്ഥതയോടുകൂടി കടന്നുറങ്ങുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവിടുന്ന് അവർക്ക് വേണ്ടത് പ്രദാനം ചെയ്യും. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ യാക്കോബ് ഏസാവിനെ ഭയന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഒരു കല്ലിൽ തളർന്ന് കടന്നുറങ്ങുകയാണ്. നാളെ ഒരുപക്ഷെ മരണം മുന്നിൽ കണ്ടേക്കാം. അങ്ങനെ വളരെ വേദനയോടുകൂടി അസ്വസ്ഥതയോടുകൂടി ഉറങ്ങുന്ന ആ രാത്രിയിൽ കാണുന്ന ദൈവിക ദർശനം, മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഗോവണി മാലാഖമാർ ഇറങ്ങി വരുന്നു, മുകളിലേക്ക് കയറിപ്പോകുന്നു. എഴുന്നേറ്റ് യാക്കോബ് ഉറച്ചു വിശ്വസിക്കുകയാണ്, ഇവിടെ ദൈവമുണ്ട് എന്ന്. ആ പ്രതിസന്ധിയോടുകൂടി ഉറങ്ങാൻ അവൻ കടന്നു. എന്നാൽ ദൈവം ആ രാത്രിയിൽ അവന് സംരക്ഷണം നൽകുകയാണ്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ വിചാരണയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട പത്രോസ് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് അവൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് നാളെ വിചാരണ ചെയ്യപ്പെട്ട് തൂക്കിലേക്കും. അങ്ങനെ വളരെ പ്രതിസന്ധിയോടുകൂടി മനസ്സിൽ അസ്വസ്ഥതകളോട് ഉറങ്ങാൻ കിടന്നു. ഉറങ്ങുന്ന ആ രാത്രിയിൽ ദൈവദൂതൻ അവനെ തട്ടി വിളിച്ച് എഴുന്നേറ്റത്തിൻ്റെ അരമുറുക്കി നടക്കുക എന്ന് പറഞ്ഞ് അവനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരികയാണ്. ഇന്ന് എത്ര പ്രതിസന്ധിയോടുകൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും നീ പൂർണ്ണമായിട്ട് അടിയുറച്ച് വിശ്വസിച്ച് നീ ഉറങ്ങിക്കോ, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചോ. ഇന്ന് പലർക്കും ഉറക്കം പോലും നഷ്ടപ്പെടുന്നുണ്ട്. പല ആകുലതകളും അസ്വസ്ഥതകളും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും ഉറക്കത്തെ പോലും ഗ്രസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജീവിക്കുന്നതിന് അർത്ഥം പോലും കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയാണ്. നീ കടന്നു പോകുന്ന വളരെ ദുഃഖകരമായ അവസ്ഥയുണ്ട്. നീ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധിയുടെ അവസ്ഥയുണ്ട്. നിന്നെ ഉറക്കാൻ കഴിയാത്ത വിധം നിന്നെ അലട്ടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിൻ്റെ കൂടപ്പുറപ്പാട്ടുണ്ട്. പക്ഷേ ഉറച്ചു വിശ്വസിച്ചോ. ഉറങ്ങുമ്പോൾ പോലും നീ പ്രതിസന്ധിയോടുകൂടി തളർന്നു വീഴുമ്പോൾ പോലും നീ വളരെയധികം പ്രതികൂലമായ അവസ്ഥയിൽ കടന്നു പോകുമ്പോഴും നിനക്ക് വേണ്ടി പദ്ധതി ഒരുക്കുന്ന ഒരു ദൈവിക ശക്തിയാണ്, ദൈവിക സാന്നിധ്യമാണ് ഈശോ. നിനക്കതുകൊണ്ട് അറിയണം, ഉറങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും അവിടുന്ന് അവർക്ക് വേണ്ടത് പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ആകുലതകൾക്കും അസ്വസ്ഥതകൾക്കും അപ്പുറമായിട്ട് ദൈവം ഒരുക്കി വെക്കുന്ന അനുഗ്രഹത്തിൻ്റെ വഴികളുണ്ട്. ഈശോ നടത്തുന്ന വഴികൾ, ദൈവം ഒരുക്കുന്ന വഴികൾ, സംവിധാനങ്ങൾ മനുഷ്യൻ്റെ ചിന്തയിലൂടെ കടന്നു പോലും വരാൻ പറ്റാത്ത വിധം ഉന്നതമാണ്. മനുഷ്യന് വിചാരിക്കാവുന്നതിനപ്പുറം ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യന് ചിന്തിക്കാവുന്നതിനപ്പുറം വലിയ കാര്യങ്ങൾ ദൈവം ഒരുക്കും. ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ തീരുമാനങ്ങളും ദൈവം നടത്തുന്ന വഴികളും ദൈവത്തിൻ്റെ സുരക്ഷിതത്വവും മനുഷ്യൻ്റെ ബുദ്ധിക്കപ്പുറമാണ്. നീ ഉറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിനക്ക് മുമ്പിൽ ഓരോ ദിവസവും പറയാനായിട്ടുള്ളത് ദൈവം നടത്തിയ വഴികളും ഇടപെടലുകളുമാണ്. ഈ ഒരു ഇടപെടലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എന്ന് ഈ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തക്ക ദൈവിക ഇടപെടലുകൾ നിനക്കുണ്ടാകട്ടെ. നീ ഉറച്ച് ദൈവത്തെ വിശ്വസിച്ചോ, ദൈവത്തെ മുറുകെ പിടിച്ചോ. ഈ ഭൂമിയിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പ്രതിഫലമാണ്. അവൻ മുറുകെ പിടിച്ചിരിക്കുന്നത് അവനെ സംരക്ഷിക്കുന്ന ദൈവിക ശക്തിയാണ്. അവൻ മുറുകെ പിടിച്ചിരിക്കുന്നത് അവനെ രക്ഷിക്കുന്ന ദൈവാനുഗ്രഹമാണ്. നീ ഈശോയെ മുറുകെ പിടിച്ചിരുന്നാൽ, നീ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ ഏത്
പ്രതിസന്ധി ഉണ്ടായാലും, നിന്നെ എത്രമാത്രം ഞെരുക്കുന്ന പ്രതിസന്ധികളുണ്ടായാലും, നിന്നെ ഞെരുക്കുന്ന പ്രയാസങ്ങളുണ്ടായാലും അവിടെ ദൈവം ഇടപെടും. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ കൃപ നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ വചനത്തിന് അഭിഷേകം നിൻ്റെ മേലുണ്ടാകട്ടെ. ആമേൻ.